PC മുകുന്ദൻ BJPക്ക് വേണ്ടി ഒരുപാട് പണം ഒഴുക്കി ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാണിക്കേണ്ട ഒരു മര്യാദയും കാണിക്കാതെ കള്ളപ്രചരണം നടത്തി പാർട്ടിക്കെതിരായി മുന്നണിക്കെതിരായി ഗീതാ ഗോപിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് അവരെ കണ്ണീര് കുടിപ്പിക്കുന്ന തരത്തിലുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള കള്ളപ്രചരണം BJPയുടെ ഒത്താശയോടുകൂടി ഒരു മുൻ കമ്മ്യൂണിസ്റ്റ് MLA നടത്തിയിട്ടുള്ള കള്ളപ്രചരണത്തിനുള്ള മറുപടി കൂടിയാണ് ഇത്രയും വലിയ പരാജയം കേരളത്തിലൊക്കെ ഉണ്ടായിട്ടും തൃശ്ശൂർ ജില്ലയിൽ ഗീതാ ഗോപിക്ക് 7000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യത്തിൻ്റെ വിജയം കൂടിയാണ്. മാത്രമല്ല നാട്ടിക മണ്ഡലം ഈ വർഗവഞ്ചകരോടൊപ്പമല്ല എന്ന് തെളിയിക്കുകയും കൂടി ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. CPIയുടെ സ്ഥാനാർത്ഥിയായും CPIയുടെ MLA ആയും CPIയുടെ എല്ലാ ഒത്താശയും എല്ലാ സഹായങ്ങളും പറ്റി നേരെ BJPയിലേക്ക് പോയിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടി കൂടിയാണ് ഈ തരംഗത്തിനിടയിലും ഗീതാ ഗോപിക്ക് ഉണ്ടായിട്ടുള്ള വിജയത്തിൻ്റെ തിളക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് വോട്ട് കൂടിയത് കുറഞ്ഞതെന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ താരതമ്യേന വോട്ട് കുറഞ്ഞായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവിടെയും കേരളത്തിലെമ്പാടുണ്ടായിട്ടുള്ളതിൻ്റെ ആനുപാതികമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ളൂ. എങ്കിലും ആ തരംഗങ്ങൾക്കിടയിലും അത് കമ്മ്യൂണിസ്റ്റ് കോട്ട ആയതുകൊണ്ട് തന്നെയാണ് 7000-ലധികം വോട്ടുകൾക്ക് ഗീതാ ഗോപി ജയിച്ചിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. യാതൊരു ഏതാണ് മനസ്സിലായില്ല. തൃശ്ശൂർ മണ്ഡലം സ്വാഭാവികമായിട്ടും ഒരു UDFൻ്റെ ഒരു പരമ്പരാഗത മണ്ഡലമാണ്. 2016 അത് തിരിച്ചു പിടിച്ചു. 2021 അത് 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചത്. ഈ ഒരു തരംഗത്തിനിടയിൽ UDFൻ്റെ ഒരു ശക്തമായ കോട്ട നിലനിർത്താൻ കഴിയുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ 2ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ അസംബ്ലിയിൽ പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിലും അതിനു മുമ്പ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോഴും 2ാം സ്ഥാനത്ത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരളത്തിലെമ്പാടും ഇടതുപക്ഷത്തിനെതിരായി അല്ലെങ്കിൽ UDFന് അനുകൂലമായ തരംഗം ഉണ്ടായപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളിൽ 9 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരം കൂടിയാണ്. അത് മറ്റെവിടെയും വോട്ടുകൾ ചോർന്നു പോയിട്ടും തൃശ്ശൂർ ജില്ലയിൽ 9 സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പായും ജയിക്കുമെന്ന് എല്ലാ സർവേകളും പറഞ്ഞിട്ടുള്ള സീറ്റുകളടക്കം ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അല്ല, അതൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ട്രഷറി ബെഞ്ചിൽ നിന്ന് മാറി പ്രതിപക്ഷ ബെഞ്ചിലിരിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഞങ്ങളെപ്പോഴും ഒരു പ്രതിപക്ഷ സ്വരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഒരു MLA എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന MLAക്കാണ് ഏറ്റവും ശക്തമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക. പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് പ്രത്യേക നിയമസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കുന്നതാണ് ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനാനുഭവത്തിനുള്ള ഒരു വേദിയായിട്ട് കാണേണ്ടത്. ഭരണകക്ഷി MLA ആയിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പ്രതിപക്ഷ MLA ആയിരിക്കുകയാണെന്നുള്ളത് ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു പരാജയം സ്ഥിരമായ പരാജയമൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള ഈ പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സമഗ്രമായി ഡീറ്റെയിലായി പഠിക്കേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വരുത്തേണ്ട തിരുത്തുകൾ വരുത്തി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പരാജയത്തോടു കൂടി അവസാനിച്ചു എന്നൊന്നും ആരും കരുതണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഒരു ഉണ്ടായിട്ടുള്ള ഒരു പരാജയം തീർച്ചയായിട്ടും ഞങ്ങൾ അനുഭവം എന്ന നിലയിൽ ഒരു പ്രതിസന്ധി എന്ന നിലയിൽ ഞങ്ങൾ തിരിച്ചറിയുകയും അത് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം ജനങ്ങളിൽ നിന്ന് തന്നെ സംഭരിക്കുകയും ചെയ്യും. ജനങ്ങൾ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ജനങ്ങൾ ഞങ്ങളെ തിരുത്തിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം ഇത്. എന്തായാലും ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടിയെ സംബന്ധിച്ച് വളരെ വിശദമായി CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്.